എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും NTPCക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ് റെയിൽവേയുടെ NTPC എക്സാം. നമുക്കറിയാം അത്യാവശ്യം റെയിൽവേയുടെ നല്ല പോസ്റ്റുകളിലൊക്കെ കുറച്ച് ഓഫീസ് പോസ്റ്റുകൾ, അതുപോലെ തന്നെ കുറച്ച് സ്റ്റേഷൻ മാസ്റ്റർ പോലത്തെ നല്ല ഹൈ ലെവൽ പോസ്റ്റുകൾ ഈ ഒരു എക്സാമിലൂടെയാണ് നമുക്ക് എന്ത് ക്രാക്ക് ചെയ്ത് കയറാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മെയിനായിട്ടും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഡിസ്കഷനാണ് മെയിനായിട്ടും പോകുന്നത്. കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള മെയിനായിട്ടും എന്താ പറയുക, കുറച്ച് അധികം വെയിറ്റേജ് കൊടുക്കുന്ന ടോപ്പിക്കുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാന്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ബ്ലഡ് റിലേഷൻ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലഡ് റിലേഷൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിയണം. നിങ്ങൾ എക്സാമിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യരുത്. അതായത് പലരും ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ആകുമ്പോൾ പഠിക്കാം, എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കിട്ടിയിട്ടുണ്ട്, കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും അതുപോലെ തന്നെ ബാക്കി മോക്ക് ടെസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം അവരെ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് ഒരു ബേസിക് ക്ലാസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു എക്സാമിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ എന്താണ്, ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത്, ഇതൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്ത് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തും കൊട്ടാരക്കരയും കാലിക്കറ്റും കൊല്ലത്തും നമുക്കിപ്പോൾ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മാക്സിമം നിങ്ങൾ ഒരുപാട് ലേറ്റ് ആക്കാണ്ട്, കാരണം പലരും എക്സാം ടൈം ആകുമ്പോൾ വന്ന് അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത്രയും ഡിലേ വരുത്താതെ നേരത്തെ കൂട്ടി എന്ത് ചെയ്യാം, ആദ്യം ഈ ബേസിക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ലൈവായിട്ടുള്ളൊരു എന്താ പറയുക, ലൈവായിട്ട് ഡൗട്ടുകൾ ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് ഒരു ക്ലാസ് റൂമിൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇൻട്രാക്ട് ചെയ്ത് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് കൂടുതലുണ്ടായിരിക്കും. ഒരുപാട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കുണ്ട്. അത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പോയിട്ടുള്ളവർക്ക് അറിയാം, വേറെ കോച്ചിങ് സെൻറ്റേഴ്സിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു ബേസിക് ഐഡിയ ഇല്ല എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് SSC CGL ഇനി വരുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ ബാക്കി എക്സാംസുകൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്ന എക്സാമുകളുണ്ട്. അതുപോലെ ഇനി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന എക്സാം ഉണ്ട്. അതിൽ NTPC എക്സാം നമുക്ക് അടുത്ത് വരാനിരിക്കുന്നതാണ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ എന്താണ് ഒരു 3 മാസം മുന്നേ എങ്കിലും, നമ്മൾ എക്സാമിന് 3 മാസം മുന്നേ എങ്കിലും ഒരു ബേസിക് കംപ്ലീറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നല്ലപോലെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത്, കാരണം നിങ്ങൾക്ക് മുന്നേ പ്രാക്ടീസ് ചെയ്ത ഒരുപാട് ആൾക്കാർ ഈ എക്സാം വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യണമെങ്കിൽ നല്ലപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ താല്പര്യമുള്ളവർ ഈ ഒരു കോൺടാക്ട് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലഡ് റിലേഷനിലാണ്. നമുക്കറിയാം എന്തുകൊണ്ട് ബ്ലഡ് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ NTPC എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ, കഴിഞ്ഞ 2019 എക്സാംസും അതിന് മുന്നേ നടന്ന എക്സാംസും നമ്മൾ നോക്കുമ്പോൾ കുറച്ചധികം ഇമ്പോർട്ടൻസ് ബ്ലഡ് റിലേഷന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ഒരുവിധമുള്ള എല്ലാ ടോപ്പിക്കും റീസണിങ്ങിനകത്ത് 1 മാർക്കിനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ബ്ലഡ് റിലേഷൻ ടോപ്പിക് വരുന്ന സമയത്ത് പല ഷിഫ്റ്റുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് 2 മാർക്കിനും 3 മാർക്കിനും വരെ ഒരു ഷിഫ്റ്റിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്നാണ് ബ്ലഡ് റിലേഷൻ. നമ്മൾ ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഒരു ചെറിയൊരു കൺസെപ്റ്റ് വെച്ച് ആ ഒരു കൺസെപ്റ്റിൽ പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം എടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ റെയിൽവേ NTPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ യൂട്യൂബ് ക്ലാസ്സിലെ കാര്യം സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ടോപ്പിക് അറിയാമെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ടുള്ള ഉപയോഗം കാണത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരു ക്ലാസ് കാണുന്ന പോലെ കാണാൻ പറ്റിയ ഒരു ക്ലാസ് അല്ല, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ അത്യാവശ്യം ക്ലാസ്സുകളുണ്ട്. ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോൺടാക്റ്റിൽ വിളിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റിലേക്ക് പോകണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്,
എക്സ് ഈസ് ദ സൺ ഓഫ് ഇസഡ്. നമുക്കറിയാം നമ്മൾ ബ്ലഡ് റിലേഷൻ എങ്ങനെ ചെയ്യാം, ഒരു റിലേഷൻ നമ്മൾ തരുമ്പോൾ നമുക്ക് ഡേറ്റാസ് തരുന്ന സമയത്ത് നമ്മൾ ആ റിലേഷൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ എക്സ് ഈസ് സൺ ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ റിലേഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എക്സ് ഈസ് സൺ ഓഫ് ഇസഡ്, ഇസഡിന്റെ മകനാണ് എക്സ് അല്ലെ. എക്സ് ഈസ് സൺ ഓഫ് ഇസഡ്, എക്സ് മകനായിട്ട് എക്സ് മെയിൽ ജെൻഡർ ആയിരിക്കും, ആ ജെൻഡർ പ്രോപ്പർ ആയിട്ട് നമ്മളിവിടെ കാണിക്കും നമ്മൾ. എക്സ് ഈസ് സൺ ഓഫ് ഇസഡ്, ഇതാണ് ഫസ്റ്റ് ഡേറ്റ. അടുത്തത് വൈ ഈസ് നോട്ട് എ സൺ ഓഫ് ഇസഡ് എന്ന് പറയുന്നുണ്ട്. വൈ ഇസഡിന്റെ മകനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈ എന്ന് പറയുന്ന ഇസഡിന്റെ ആരാണെന്ന് പറഞ്ഞിട്ടില്ല, മകനല്ല എന്ന് മാത്രമേ ആ ഡേറ്റ പറഞ്ഞുള്ളൂ. നമുക്കിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല, അതവിടെ ഇരുന്നോട്ടെ ആ ഡേറ്റ. അടുത്ത കെ ഈസ് ഇസഡ്സ് വൈഫ്. ഓക്കെ, കെ ഈസ് ഇസഡ്സ് വൈഫ്. കെ എന്ന് പറയുന്നത് ഇസഡിന്റെ വൈഫാണ്. അപ്പം ഇസഡിന്റെ വൈഫാണ് കെ എന്ന് പറയുന്ന ആൾ. ഓക്കെ, നമുക്ക് ഇസഡിന്റെ വൈഫാണ് കെ എങ്കിൽ ഇസഡ് ആരായിരിക്കും? കെയുടെ ഹസ്ബൻഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഇസഡിന്റെ ജെൻഡർ മെയിൽ ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, കെയുടെ ജെൻഡർ വൈഫ് ആയതുകൊണ്ട് കെ ഫീമെയിൽ ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മൈനസ് കൊടുത്തു. ഓക്കെ, അടുത്ത് പറഞ്ഞ എക്സ് ഈസ് ദ ബ്രദർ ഓഫ് വൈ എന്ന് പറയുന്നുണ്ട്. എക്സ് വൈന്റെ ബ്രദർ ആണ്. അപ്പൊ എക്സും വൈയും ഇവ രണ്ടുടെ മക്കൾ തന്നെയാണ് വൈ എന്ന് പറയുന്ന ആളും അല്ലെ. എക്സ് ഈസ് ബ്രദർ ഓഫ് വൈ. ഓക്കെ, ഇത്രയും കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഹൗ ഈസ് വൈ റിലേറ്റഡ് ടു കെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കെയുടെ ആരാണ് വൈ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വൈയുടെ ജെൻഡർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആരാണ് കെയുടെ വൈ എന്ന് പറയാൻ പറ്റുള്ളൂ. കെയുടെ സൈഡിൽ നോക്കുമ്പോൾ വൈ ആരാണെന്ന് പറയണമെങ്കിൽ വൈയുടെ ജെൻഡർ വേണം. വൈയുടെ ജെൻഡർ കിട്ടാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡേറ്റ അവിടെ തന്നിരിക്കുന്നത്. എന്താണ്? വൈ ഈസ് നോട്ട് എ സൺ ഓഫ് ഇസഡ്. ഇസഡിന്റെ ഒരു സൺ അല്ല വൈ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇസഡിന്റെ സൺ അല്ലെങ്കിൽ വൈ ഇസഡിന്റെ ഡോട്ടർ ആയിരിക്കും ആരെന്ന് പറയുന്നത്? വൈ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇസഡിന്റെ ഡോട്ടർ ആണ് വൈ എങ്കിൽ കെയുടെ ആരായിരിക്കും? വൈ എന്ന് പറയുന്നത് ഡോട്ടർ ആയിരിക്കും. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡോട്ടർ ആയിരിക്കും. ഓക്കെ, ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ആ റിലേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ റിലേഷൻ കൃത്യമായിട്ട് ആ ഫാമിലിയെ വരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ നോക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ യൂസ്ഫുൾ ആകുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ബി ആൻഡ് സി ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ബിയും സിയും ഹസ്ബൻഡും വൈഫും ആണ്. ഓക്കെ, ഞാൻ ബിനെയും സിനെയും ഹസ്ബൻഡും വൈഫായിട്ട് എടുക്കുവാണ്. അപ്പം ബി ആൻഡ് സി ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ അതേ ഓർഡറിൽ ബി എന്ന് പറഞ്ഞ ഹസ്ബൻഡ്, സി എന്ന് പറയുന്ന വൈഫ്, അതാണ് ആ റെസ്പെക്റ്റീവ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ബി ഹസ്ബൻഡ്, സി വൈഫ്. ഓക്കെ, ഞാൻ ആ ഫാമിലി നോട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് എം ഈസ് ദ ഫാദർ ഓഫ് കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എം ഈസ് ദ ഫാദർ ഓഫ് കെ ആൻഡ് സി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, രണ്ടുപേരുടെയും ആരാണ്? ഫാദർ ആണെന്ന് പറയുന്നുണ്ട് എം. ഓക്കെ, എം എന്ന് പറയുന്നത് കെന്റെയും സിന്റെയും ഫാദർ ആണ്. അപ്പൊ സിന്റെയും കെന്റെയും ഫാദർ ആണ് ആരെന്ന് പറയുന്നത്? എം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫാമിലി. ചെറിയ ഫാമിലിയാണ്. വളരെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു SSC ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ചോദിക്കാറില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. നമുക്ക് LP എക്സാം കഴിയുമ്പോഴാണ് കുറച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതുവരെ നമുക്ക് എന്തായാലും അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ഫാമിലീസ് ഒന്നും നമുക്ക് വരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ഫാമിലിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം എന്താ എല്ലാ ആൾക്കാരും നമുക്ക് കെയുടെ ജെൻഡർ മാത്രം ഇവിടെ പറഞ്ഞിട്ടില്ല, കെയുടെ ജെൻഡർ മാത്രമേ നമുക്ക് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ കെയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ജെൻഡർ പ്രശ്നമല്ല. എന്താ ചോദിക്കുന്നത്? ഹൗ ഇസ് ബി റിലേറ്റഡ് ടു എം എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ ഇസ് ബി റിലേറ്റഡ് ടു എം. അപ്പൊ നിങ്ങൾ എമ്മിന്റെ ആരാണെന്നാണ് ചോദിക്കുന്നത്. എമ്മിന്റെ ആരാണ് ബി? നമുക്കറിയാം എമ്മിന്റെ മക്കളാണ് കെയും സിയും, അതായത് എമ്മിന്റെ മകളാണ് സി എന്ന് നമുക്കറിയാം. മകളുടെ ഭർത്താവാണ് ആരെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. മകളുടെ ഭർത്താവ് നമ്മൾ എന്താ പറയാ? സണ്ണിലോ എന്നാണ് പറയാം അല്ലെ. ആൻസർ സണ്ണിലോ ആയിരിക്കും വരിക. ഓക്കെ, ആ ഒരു ഫാമിലിയെ വരയ്ക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത നോക്കിയേ. ബി ഈസ് ദ ഓൺലി സൺ ഓഫ് സി ഹു ഹാസ് നോ ഡോട്ടർ. ഓക്കെ, ഈ ഒരു ഡേറ്റ ശ്രദ്ധിക്കുക. ബി ഈസ് ദ ഓൺലി സൺ ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ മാത്രമേ ഉള്ളൂ എങ്കിൽ സിന്റെ ഒരേ ഒരു മകനാണ് ബി എന്നാണ്. ഓക്കെ, സിന്റെ ഒരേ ഒരു മകനാണ് ബി എന്നാണ്. ആ ഡേറ്റയ്ക്ക് മറ്റൊരർത്ഥമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ ഒരേ ഒരു മകനാണ് ബി എന്ന് വെച്ചാൽ സിക്ക് വേറെ മക്കൾ ഉണ്ടാകാം, അതെല്ലാം സിയുടെ പെൺകുട്ടികളായിരിക്കും. മക്കൾ എന്ന് പറഞ്ഞാൽ പെൺമക്കളായിരിക്കും, ഡോട്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, പക്ഷെ അവർ എടുത്ത് പറയുന്നുണ്ട് ഹു ഹാസ് നോ ഡോട്ടർ എന്ന് പറയുന്നത്. ഈ ഹു പറയുന്ന ആരെയാണ്? സീനെയാണ് അല്ലെ. സി ഹാസ് നോ ഡോട്ടർ, സിക്ക് ഡോട്ടേഴ്സ് ഇല്ല. അപ്പം അതിനർത്ഥം വെച്ചാൽ സിക്ക് ഒരേ ഒരു കുട്ടിയുള്ളൂ, അത് ബി ആണ് എന്നാണ് ഈ ഡേറ്റ കൊണ്ട് മീൻ ചെയ്യുന്നവർ. ഓക്കെ, അടുത്ത കെ ഈസ് ദ വൈഫ് ഓഫ് ദ ഗ്രാൻഡ് സൺ ഓഫ് സി എന്ന് പറയുന്നുണ്ട്. കെ ഈസ് ദ വൈഫ് ഓഫ് ഗ്രാൻഡ് സൺ ഓഫ് സി. സിയുടെ ഗ്രാൻഡ് സൺ എന്ന് വെച്ചാൽ സിയുടെ മക്കളുടെ
ആരുടെയെങ്കിലും മകനായിരിക്കും, അതാണ് ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത്. അപ്പോൾ സിക്ക് ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ നമുക്കറിയാം. അപ്പോൾ സിയുടെ ഗ്രാൻഡ് സൺ ഉറപ്പായിട്ടും ആരായിരിക്കും? ഇയാളുടെ മകനായിരിക്കും. അതാണ് ആരെന്ന് പറയുന്നത്, ആരെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. കെ ഈസ് ദ വൈഫ് ഓഫ് ദ ഗ്രാൻഡ് സൺ ഓഫ് സി. അപ്പം ഇവിടെ സിക്ക് ഒരു ഗ്രാൻഡ് സൺ ഉണ്ട്, അത് സിയുടെ ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ ബി. അപ്പം ബിയുടെ മകനായിരിക്കും ആ ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത്. ആ ഗ്രാൻഡ് സണിന്റെ വൈഫാണ് ആരെന്ന് പറയുന്നത്? കെ എന്ന് പറയുന്നത്. ഗ്രാൻഡ് സൺ ആരും നമുക്ക് പറഞ്ഞിട്ടില്ല, ആ ഗ്രാൻഡ് സണിന്റെ വൈഫാണ് കെ എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ആ ഡേറ്റ വരുന്നത്. ഇതാണ് ഫാമിലി. നമുക്ക് ഇവിടെ ആളാരെന്ന് പോലും അറിയില്ല. സിയുടെ ജെൻഡർ നമുക്ക് അറിയില്ല, കാരണം സിയുടെ ജെൻഡർ ഇവിടെ ഡേറ്റയ്ക്കകത്ത് പറഞ്ഞില്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട്. ഇനി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബി ടു കെ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ബി ടു കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ ഇസ് ബി റിലേറ്റഡ് ടു കെ അതാണ് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് SSC എക്സാം റെയിൽവേയുടെ NTPCയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. സാധാരണ ചോദിക്കുന്നത് ഹൗ ഈസ് ബി റിലേറ്റഡ് ടു കെ എന്നാണ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറ്. ഇവിടെ വാട്ട് ഈസ് ബി ടു കെ എന്നേ ചോദിക്കുള്ളൂ. അതായത് എന്താണ് ബി ആർക്ക്? കെക്ക്. അപ്പൊ കെയുടെ ആരാണ് ബി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കെയുടെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയുടെ ഹസ്ബൻഡിന്റെ അച്ഛനാണ്. നമ്മൾ എന്താ പറയാ? ഫാദർ ഇൻ ലോ എന്നാണ് പറയുക അല്ലേ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഫാദർ ഇൻ ലോ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരുപാട് ടൈം ഞാൻ എടുക്കുന്നില്ല, ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആണ് പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ആൻസർ ഡിസ്കഷൻ നോക്കുക. ഓക്കെ, അടുത്ത ഡേറ്റ നോക്കിയേ. എ ഈസ് ക്യൂ സിസ്റ്റർ. ഓക്കെ, എ ഈസ് ആ പറയുന്ന രീതിക്ക് വ്യത്യാസം. നമ്മൾ നേരത്തെ എ ഈസ് സിസ്റ്റർ ഓഫ് ക്യൂ എന്നായിരുന്നു പറഞ്ഞെങ്കിൽ ഇവിടെ പറയുന്നു എ ഈസ് ക്യൂ സിസ്റ്റർ. ആ ഒരു രീതിയിൽ ആ സെന്റൻസിന് ഒരു എന്താണ് പറയുന്ന രീതിക്ക് ഒരു മാറ്റം, അത്രയേ ഉള്ളൂ. എ ഈസ് ക്യൂ സിസ്റ്റർ നമ്മൾ എങ്ങനെ വരയ്ക്കുക? എ ഈസ് ക്യൂസ് സിസ്റ്റർ. എ ക്യൂവിന്റെ സിസ്റ്റർ ആണ്, ഇങ്ങനെ ആയിരിക്കും വരാം. പലരും ഈ ഡേറ്റ എടുക്കുന്ന സമയത്ത് തെറ്റിച്ച് എ ഈസ് ക്യൂ സിസ്റ്റർ എന്നാണ്. അപ്പോൾ ക്യൂവിനെ സിസ്റ്റർ ആയിട്ട് എടുക്കുന്ന പലരും കാണാറുണ്ട്. അതൊന്ന് ഡേറ്റ ഒന്ന് മനസ്സിലാക്കി തന്നെ എടുക്കാം. എ ഈസ് സിസ്റ്റർ ഓഫ് ക്യൂ. ഓക്കെ, അതാണ് എ ഈസ് ക്യൂ സിസ്റ്റർ എന്ന് പറയുന്നത്. രണ്ടും ഒന്നാണ്. അടുത്ത സി ഈസ് ക്യൂസ് മദർ. സി ഈസ് ക്യൂസ് മദർ എന്ന് വെച്ചാൽ ക്യൂവിന്റെ മദർ ആണ് സി. ഓക്കെ, സി ഈസ് ക്യൂസ് മദർ. അടുത്ത പി ഈസ് സീസ് ഫാദർ. പി എന്ന് പറയുന്നത് സിയുടെ ഫാദർ ആണ്. ഓക്കെ, പി ഈസ് സീസ് ഫാദർ. ഈസ് പീസ് മദർ. ഓക്കെ, ഈ എന്ന് പറയുന്നത് പിയുടെ മദർ ആണ്. വീണ്ടും മുകളിലേക്ക് പോവാണ്. ഈസ് പീസ് മദർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു പി എന്നാണ്. ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു പി. അപ്പം ആരാണ് ക്യൂ? പിയുടെ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിയുടെ സൈഡിൽ നിന്ന് വേണം നോക്കാൻ. പിയുടെ സൈഡിൽ നോക്കുമ്പോൾ പിയുടെ മകളുടെ മകനോ മകളോ ആണ് ക്യൂ അല്ലെ. ക്യൂവിന്റെ ജെൻഡർ കിട്ടുന്നുണ്ടോ? ഇല്ല. ഈ ഡേറ്റ നമ്മൾ എഴുതുന്ന സമയത്ത് ക്യൂവിന്റെ ജെൻഡർ നമുക്ക് അവിടെ കിട്ടുന്നില്ല. ക്യൂവിന്റെ ജെൻഡർ കിട്ടുന്നില്ല എങ്കിൽ നമുക്കറിയാം പിയുടെ മകളുടെ മകനോ മകളോ ആയിരിക്കും ആരെന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ അത് ഗ്രാൻഡ് സൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഗ്രാൻഡ് ഡോട്ടർ ആയിരിക്കും. ഓക്കെ, കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ക്യൂവിന് ജെൻഡർ പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്ത് ഒന്നിൽ എങ്ങനെ പറയണം? ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? കനോട്ട് ബി ഡിറ്റർമിൻഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ ആണ് നമുക്ക് വരേണ്ടത്, നമുക്ക് അറിയാം. പക്ഷെ ഓപ്ഷനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ കേസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? കനോട്ട് ബി ഡിറ്റർമിൻഡ് ആയിരിക്കും അവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുറേ ലെറ്റേഴ്സ് പറഞ്ഞിട്ട് അവർ നമ്മളെ റിലേഷൻസ് വരയ്ക്കുന്ന രീതിയിലാണ് വന്നതെങ്കിൽ ഇവിടെ പേരുകൾ വരുന്നു. പേരുകൾ വരുമ്പോൾ നമുക്കറിയാം ബ്ലഡ് റിലേഷൻ റൂളാണ്. ഒരിക്കലും പേര് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജെൻഡർ എടുക്കാൻ പാടില്ല. അതൊരു റൂളാണ് നമ്മുടെ. പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മൾ പേര് വെച്ച് ജെൻഡർ എടുക്കും. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് പറഞ്ഞ അരുൺ ഈസ് ദ ഫാദർ ഓഫ് ചിത്ര. ഓക്കെ, ചിത്രയുടെ ഫാദർ ആണ് അരുൺ. അരുൺ ഈസ് ഫാദർ ഓഫ് ചിത്ര. നമ്മളിങ്ങനെ ആയിരിക്കും എഴുതാം അല്ലേ. ആൻഡ് ദിനേശ് ഈസ് ദ സൺ ഓഫ് ഭാവന. ഓക്കെ, ദിനേശ് ഈസ് സൺ ഓഫ് ഭാവന എന്ന് പറഞ്ഞത് ദിനേശും ഭാവനയും നമ്മുടെ ഇല്ല, നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തത് മനീഷ് ഈസ് അരുൺസ് ബ്രദർ. മനീഷ് എന്ന് പറഞ്ഞാൽ അരുണിന്റെ ബ്രദർ ആണ്. ഓക്കെ, മനീഷ് ഈസ് അരുൺസ് ബ്രദർ. ഇഫ് ചിത്ര ഈസ് ദിനേശ് സിസ്റ്റർ. ഓക്കെ, ചിത്ര എന്ന് പറഞ്ഞാൽ ദിനേശിന്റെ സിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിത്ര സിസ്റ്റർ ആണ് ആരുടെ? ദിനേശിന്റെ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ ദിനേശിനെ കുറിച്ച് ഡേറ്റ് ഉണ്ട്. ദിനേശ് ഈസ് സൺ ഓഫ് ഭാവന എന്ന് പറയുന്നുണ്ട്. ദിനേശ് ഭാവനയുടെ സൺ ആണ്. അപ്പൊ ദിനേശ് സൺ ആണ്, മകനാണ്. അപ്പൊ ദിനേശ് ജെൻഡർ മെയിൽ ആയിരിക്കും. ഇനി ദിനേശ് ഭാവനയുടെ മകനാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഈ അരുണിന്റെ മക്കളായിരിക്കും ഇവർ. കാരണം അരുണിന്റെ മകളാണ് സി, ആ മകളുടെ ബ്രദറാണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിന്റെ മകനായിരിക്കും ഡി എന്ന് പറയുന്നത്. അപ്പൊ അരുണിന്റെ മകനാണ് ഡി നമുക്ക് ഓൾറെഡി അറിയാം. അതുപോലെ തന്നെ ഭാവനയുടെ മകനാണ് ദിനേശ് എന്ന് പറയുന്നുണ്ട്. ഡി അല്ല, ദിനേശ്. ഓക്കെ,
ഭാവനയുടെയും മകനാണ് ദിനേശ്. നമുക്കറിയാം അരുണിന്റെ മകനാണ് ദിനേശ്, ഭാവനയുടെയും മകനാണ് ദിനേശ് എങ്കിൽ അരുണും ഭാവന എന്തായിരിക്കും? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും അല്ലേ? കണ്ടോ, ഇങ്ങനെയാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഇസ് ഭാവന റിലേറ്റഡ് ടു മനീഷ് എന്നാണ്. ഭാവന മനീഷിന്റെ ആരെന്നാണ് ചോദിക്കുന്നത്. മനീഷിന്റെ സൈഡിൽ നിന്നാണ് റിലേഷൻ നോക്കാനായിട്ട്. മനീഷിന്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് മനീഷിന്റെ സഹോദരന്റെ ഭാര്യയാണ്. സഹോദരന്റെ ഭാര്യ നമ്മൾ എന്താ പറയുക? സിസ്റ്റർ ഇൻ ലോ എന്നാണ് പറയുന്നത് കേട്ടോ. സിസ്റ്റർ ഇൻ ലോ. ഓക്കെ, നമ്മുടെ ആൻസർ സിസ്റ്റർ ഇൻ ലോ ആണ് വരുന്നത്. ആ റിലേഷൻ നോക്കുന്നത് കൃത്യമായിട്ട് നോക്കണം. വെറുതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ നോക്കിക്കളയരുത്. കാരണം ബ്രദർ ലോ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ബ്രദർ ലോ ഇല്ല, എല്ലാം ഫീമെയിൽ ജെൻഡേഴ്സ് ആയതുകൊണ്ട് ഭാവന നമുക്ക് ഫീമെയിൽ ആണെന്നൊക്കെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ആൻസറിലേക്ക് കറക്റ്റായിട്ട് പോകും. ചിലപ്പോൾ ബ്രദർ ലോക്ക് കൊടുത്ത ഓപ്ഷനിൽ ചിലപ്പോൾ കിടക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ മാറ്റിയെടുക്കാൻ പാടില്ല കേട്ടോ, ശ്രദ്ധിച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഓക്കെ. മീര ഈസ് ദ വൈഫ് ഓഫ് സച്ചിൻ. ഓക്കെ, അവിടെ പേര് വെച്ചാണ് നിൽക്കുന്നത്. മീര ഈസ് വൈഫ് ഓഫ് സച്ചിൻ. അപ്പം സച്ചിൻ ജെൻഡർ മെയിലാണ്, സച്ചിൻ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ. അടുത്ത സച്ചിൻ സിസ്റ്റർ ഈസ് ശാരദ. ഓക്കെ, സച്ചിൻ സിസ്റ്റർ ഈസ് ശാരദ. അപ്പം ഞാനിവിടെ സച്ചിൻ തന്നെ കൊടുക്കുവാണ്. ഫുൾ നെയിം എഴുതണമെന്നില്ല, നിങ്ങൾ എഴുതുന്ന സമയത്ത് ഫുൾ നെയിം എഴുതണമെന്നില്ല. എങ്കിലും ഒരേ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ലെറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ ഫുൾ നെയിം നിങ്ങൾ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക കേട്ടോ. ശാരദ ആൻഡ് ഷീ ഈസ് വൈഫ് ഓഫ് അർജുൻ. ഓക്കെ, അപ്പോൾ ശാരദ എന്ന് പറയുന്നത് അർജുൻ്റെ വൈഫാണ്. രണ്ട് കപ്പിൾസിനെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അർജുൻ. അരുൺ ഈസ് സൺ ഓഫ് ശാരദ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അരുൺ ഈസ് സൺ ഓഫ് ശാരദ ആൻഡ് അർജുൻ ഈസ് ബ്രദർ ഓഫ് മീര. ഓക്കെ, അർജുൻ ഈസ് ബ്രദർ ഓഫ് മീര. ഓൾറെഡി മീര നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അർജുനും മീരയും എന്താണ് പറയുന്നത്, അവർ തമ്മിലൊരു സിസ്റ്റർ ബ്രദർ റിലേഷൻ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ ഞാൻ തൽക്കാലം ഇവിടെ കൊടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ആ കണക്ഷൻ വരുന്നുണ്ട്. അടുത്ത സൊനാലി ഈസ് ഡോട്ടർ ഓഫ് അർജുൻ എന്ന് പറയുന്നുണ്ട്. സൊനാലി എന്ന് പറഞ്ഞാൽ ഡോട്ടർ ഓഫ് അർജുൻ വെച്ചാൽ അരുണിന്റെ സിസ്റ്റർ ആയിരിക്കും ആരെന്ന് പറയുന്നത്, സൊനാലി എന്ന് പറയുന്നത് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ ഹൗ ഈസ് അരുൺ റിലേറ്റഡ് ടു സൊനാലി ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ തന്നെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അരുൺ സൊനാലിന്റെ ആരെന്നാണ് ചോദിക്കുന്നത്. ഇവരുമായിട്ടുള്ള ബന്ധമൊന്നും ചോദിച്ചിട്ടില്ല. അരുൺ സൊനാലിന്റെ ആരെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഈ വരച്ചിന് ഇത്രയും പോർഷൻ മാത്രം കിട്ടിയാൽ പോലും നമുക്കത് അറിയാം അല്ലേ. ഇതൊന്നും അതൊന്നും ആവശ്യം പോലും ഇല്ല. അരുൺ ആരാണ്? സൊനാലിയുടെ ബ്രദർ ആണ് അല്ലേ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ബ്രദർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ റിലേഷൻസ് ഒക്കെ ഒരുപാട് തരും. നമ്മൾ അതൊന്ന് കൃത്യമായിട്ട് വരച്ച് ആ റിലേഷൻസ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചിട്ട് ആര് തമ്മിലാണെന്ന് ചോദിക്കുന്നത് അതൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. പലരും ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, ഫാമിലീസൊക്കെ കുറച്ചധികം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്ത രീതി വരയ്ക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കിടക്കും. ഓക്കെ, മാക്സിമം നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആവുന്ന രീതിയിൽ തന്നെ വരച്ച് പോകണം കേട്ടോ. പലപ്പോഴും പലരും വെട്ടിത്തിരിച്ചൊക്കെ എടുത്ത് വരയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വരച്ച് കാരണം നമ്മൾ വർക്ക്ഷീറ്റിൽ അങ്ങനെ വലിയ സ്പീഡിൽ വരയ്ക്കുമ്പോൾ ഒരുപാട് വൃത്തിയുടെ ആവശ്യമില്ല. പക്ഷേ എങ്കിലും നമുക്ക് അതിനകത്ത് ഒരു ആൻസർ എടുക്കാറുണ്ട്. അപ്പോൾ ആ ആൻസർ എടുക്കുന്ന സമയത്ത് നമുക്കിപ്പം നോക്കുമ്പോഴത്തേക്കും അത് കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ അത്രയും ചേരം ചെയ്ത എഫേർട്ട് നമുക്ക് വെറുതെ ആയിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ടോപ്പിക്കിൽ മാത്രമല്ല പല ടോപ്പിക്കുകൾ ചെയ്യുമ്പോൾ ആ പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, കാരണം പേരുകളൊക്കെ ഒരേ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുകളുണ്ട്. പലരും എല്ലാത്തിനും ഒരേ ലെറ്ററൊക്കെ കൊടുത്ത് വെച്ച് അങ്ങ് എഴുതി വെച്ചിട്ട് പിന്നെ വീണ്ടും പോയി ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കണം, എങ്കിലേ ആൻസറിലേക്ക് പോകാറുള്ളൂ പലപ്പോഴും. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? നമുക്ക് കുറച്ച് ആൾക്കാർ നമ്മളെ റിലേഷൻ തന്നിട്ട് അതിൽ ഏതെങ്കിലും രണ്ടുപേര് നമ്മളെ റിലേഷൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഒരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതായത് കഴിഞ്ഞ വർഷത്തെ ഷിഫ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് പല ഷിഫ്റ്റുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് 2 ക്വസ്റ്റിനോ 3 ക്വസ്റ്റിനോ ബ്ലഡ് റിലേഷനിൽ ചോദിക്കുന്നുണ്ട് ഒരു ഷിഫ്റ്റിൽ തന്നെ. അപ്പോൾ ഈ 2 ക്വസ്റ്റിനും 3 ക്വസ്റ്റിനും ചോദിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു പ്രത്യേകത, അതിനകത്ത് ഒരു ക്വസ്റ്റിൻ എന്തായാലും പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നുകിൽ പോയിന്റിംഗ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഏതെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം. അപ്പോൾ ചില സമയത്ത് എന്താ പറയുക, പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് 2 ക്വസ്റ്റിനും പോയിന്റിംഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ തരുന്ന 3 പോയിന്റിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പോയിന്റിംഗ് ക്വസ്റ്റ്യൻ ഒരുപാട് പേര് പാടാണ്, ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ
നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഓക്കെ, നല്ലപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എടുത്ത് പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. കാരണം നമ്മൾ ഒരുപാട് റിലേഷൻസ് കണക്ട് ചെയ്ത് വരുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാകുമ്പോഴത്തേക്കും ഈ കണ്ടതെല്ലാം ഇതിനകത്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ നേരത്തെ ചെയ്തതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനകത്ത് വരുന്ന റിലേഷൻസും ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. നമ്മൾ പറയാം പോയിന്റ് ടൈപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരൊറ്റ സെന്റൻസിൽ റിലേഷൻ പറയാം. രണ്ടുപേര് നമ്മുടെ റിലേഷൻ ഒരൊറ്റ സെന്റൻസിൽ പറയണം. ആ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കി എടുത്താൽ നമ്മൾ എപ്പോഴും ചെയ്യാം അല്ലെ. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. Pointing to an old man, Malini said, his son is my son's maternal uncle. ഓക്കെ, അത് വായിക്കുമ്പോൾ പലർക്കും അത് അങ്ങോട്ടൊന്ന് വിട്ടാൽ ഭയങ്കര പറഞ്ഞു. നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഹൗ ഇസ് മാലിനി റിലേറ്റഡ് ടു ദാറ്റ് ഓൾഡ് മാൻ, ടു ഓൾഡ് മാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കണം. ക്വസ്റ്റ്യൻ ഇങ്ങനെ തുടങ്ങുന്നത് പോയിന്റിങ് ടു ആൻ ഓൾഡ് മാൻ. ഓക്കെ, ഒരു ഓൾഡ് മാൻ, ഒരു വയസ്സായ ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാലിനി പറയാണ്. ഓക്കെ, മാലിനി എന്താ പറയുന്നത്, ഹിസ് സൺ ഈസ്. ഓക്കെ, ഹിസ് സൺ. ഓക്കെ, ഈ ഹിസ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മകനെ കുറിച്ചാണ് പറയുന്നത്, ഓൾഡ് മാൻ്റെ മകനെ കുറിച്ചാണ് പറയുന്നത്. ഓൾഡ് മാനെ കുറിച്ചല്ല നമുക്ക് ആ ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൾഡ് മാൻ്റെ മകനെ കുറിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ പറയുന്നത്, ഹിസ് സൺ ഈസ് മൈ സൺസ് മെറ്റേണൽ അങ്കിൾ. എൻ്റെ സണ്ണിൻ്റെ മെറ്റേണൽ അങ്കിൾ എന്നാണ് പറയുന്നത്. എൻ്റെ സൺ എന്ന് പറഞ്ഞാൽ മാലിനിയുടെ സൺ. ഓക്കെ, അപ്പം മാലിനിയുടെ സണ്ണിൻ്റെ മെറ്റേണൽ അങ്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ മാലിനിയുടെ സണ്ണിൻ്റെ മെറ്റേണൽ അങ്കിൾ എന്ന് വെച്ചാൽ മാലിനിയുടെ സണ്ണിൻ്റെ അമ്മയുടെ സഹോദരൻ, അതാണ് മെറ്റേണൽ അങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമുക്ക് ഈ ഡേറ്റയ്ക്കകത്ത് മാലിനിയുടെ ജെൻഡർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ മാലിനിയുടെ ജെൻഡർ പറഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ ഈ മാലിനിയുടെ മകൻ്റെ അമ്മ എന്ന് പറയുന്നത് മാലിനി ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മാലിനിയുടെ വൈഫായിട്ട് എടുക്കാം. കാരണം പേര് വെച്ച് ജെൻഡർ എടുക്കാൻ പാടില്ല, അത് ബ്ലഡ് റിലേഷൻ റൂളാണ്. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഹൗ ഇസ് മാലിനി റിലേറ്റഡ് ടു ദാറ്റ് ഓൾഡ് മാൻ എന്നാണ്. നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ ഡോട്ടറും നീസും ഡോട്ടർ ഇൻ ലോയും മദറുമാണ്. മാലിനിയെ ഒരു ഫീമെയിൽ ജെൻഡർ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മൾ പറഞ്ഞു പേര് വെച്ച് ജെൻഡർ എടുക്കാൻ പാടില്ലെന്നാണ് റൂള്. പക്ഷേ നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് പേര് വെച്ച് ജെൻഡർ എടുത്തേ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പേര് വെച്ച് ജെൻഡർ എടുത്തതിനെ പോകണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പേര് വെച്ച് ജെൻഡർ എടുക്കാൻ പാടില്ല. നമ്മൾ ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാലിനി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡോട്ടറും നീസും ഡോട്ടറിലെയും മദറാണ്, ഇതെല്ലാം ഫീമെയിൽ ജെൻഡറാണ്. അപ്പം മാലിനിയെ ഒരു ഫീമെയിൽ ജെൻഡർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാനും. അപ്പം മാലിനിയുടെ മകൻ്റെ അമ്മ എന്ന് പറയുന്ന ആരാണ്, മാലിനി ആയിരിക്കും. കണ്ടോ, അങ്ങനെയാണ് നമ്മൾ മാലിനിയുടെ ജെൻഡർ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മാലിനിയുടെ മകൻ്റെ അമ്മയെക്കുറിച്ചല്ല, മാലിനിയുടെ മകൻ്റെ മെറ്റേണൽ അങ്കിൾ, അതായത് അമ്മയുടെ സഹോദരൻ, അതായത് മാലിനിയുടെ സഹോദരനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, അപ്പോൾ മൈ സൺസ് മെറ്റേണൽ അങ്കിൾ ആരാണ്, മൈ സൺസ് മെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ ആരാണ്, ഹിസ് സൺ. ആരുടെ സൺ, ദാറ്റ് ഓൾഡ് മാൻ സൺ. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ആ ഓൾഡ് മാൻ്റെ സൺ ആണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ഓൾഡ് മാനെ ചൂണ്ടിക്കാണിച്ച് പറയാണ് അയാളുടെ മകൻ എൻ്റെ മകൻ്റെ മെറ്റേണൽ അങ്കിളാണ്. അതായത് എൻ്റെ മകൻ്റെ അമ്മയുടെ സഹോദരൻ, അതായത് എൻ്റെ സഹോദരനാണ് ആര്, ആ ഓൾഡ് മാൻ്റെ മകൻ എന്നാണ് പറയുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ ഹൗ ഇസ് മാലിനി റിലേറ്റഡ് ടു ദാറ്റ് ഓൾഡ് മാൻ ആണ്. നമുക്കറിയാം ആ ഓൾഡ് മാൻ്റെ മകൻ്റെ സഹോദരിയാണ് മാലിനി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓൾഡ് മാൻ്റെ ആരാണ് മാലിനി എന്ന് പറയുന്നത്, ഡോട്ടറാണ്, മകളാണ്. ഓക്കെ, പോയിന്റ് ആയപ്പോൾ ഒരുപാട് പേര് ഭയങ്കര കോംപ്ലക്സ്ഡ് ആയിട്ട് ചിന്തിച്ചൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആ സെൻറ്റൻസിൻ്റെ, അതായത് ഈ ഒരു ഫുൾ സെൻറ്റൻസിൻ്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ പറയുന്ന ഫുൾ സെൻറ്റൻസിൻ്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പറയുന്ന ആൾക്കാരുടെ റിലേഷൻ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. വരച്ചു കഴിഞ്ഞാൽ ആൻസർ ആയി കഴിഞ്ഞു. ഇതാണ് സംഭവം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ഇയർ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, പോയിന്റിങ് ടു എ ഫോട്ടോഗ്രാഫ് എ ലേഡി സെഡ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ നോക്കുക കേട്ടോ. എന്താ പറയുക, പോയിന്റിങ് ടു എ ഫോട്ടോഗ്രാഫ് എ ലേഡി സെഡ്, പറയുന്ന ഒരു പെൺകുട്ടിയാണ് ലേഡി സെഡ് എന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞ, ഹീ ഈസ്. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് ഹീ ഈസ്. അപ്പോൾ ഫോട്ടോയിലുള്ള ആളെന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ഹീ ഈസ് എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ഒരു ആണിൻ്റെ ഫോട്ടോ ആയിരിക്കും, ഒരു മെയിൽ ജെൻഡറിലുള്ള ഒരാളുടെ ഫോട്ടോ ആയിരിക്കും. ഹീ ഈസ്, അതായത് ഫോട്ടോയിലുള്ള ആളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഹീ ഈസ് ദ സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ചൈൽഡ്. ഓക്കെ, ഹീ ഈസ് the son of my grandfather's only child.
എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഓൺലി ചൈൽഡ്. അപ്പം ഈ ഫോട്ടോയിലുള്ള ആളെന്ന് പറയുന്നത് ആരാണ്? സൺ ആണ്. ആരുടെ? ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ചൈൽഡ്. ഈ ഓഫ് വെച്ചാണ് നമ്മൾ ഒരു അർത്ഥം മനസ്സിലാക്കിയത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഫോട്ടോയിലുള്ള ആൾ ഹീസ് ദ സൺ ഓഫ്, ഫോട്ടോയിലുള്ള ആൾ സൺ ആണ്, മകനാണ്. ആരുടെ? എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഓൺലി ചൈൽഡിൻ്റെ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഓൺലി ചൈൽഡ്. അപ്പം പറയുന്ന ലേഡിയാണ്. ലേഡി പറയാണ് ലേഡിയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ലേഡിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ എന്താണ് അച്ഛനായിരിക്കും ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു കുട്ടി, ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു കുട്ടി എന്ന് വെച്ചാൽ ഈ ലേഡിയുടെ അച്ഛനും അമ്മയും ആയിരിക്കും. ആരെന്ന് എനിക്കറിയില്ല, ഇവിടെ വരുന്ന ആളായിരിക്കും എന്തായാലും, കാരണം ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ. ഓക്കെ, ആ ഒരേ ഒരു കുട്ടി, ദ ഓൺലി ചൈൽഡ്. ഓക്കെ, ആ ചൈൽഡിൻ്റെ മകനാണ്, ഹീസ് എ സൺ. ഓക്കെ, ആ ഈ പറയുന്ന ആളുടെ മകനാണ് ആരെന്ന് പറയുന്നത്? ആ ഫോട്ടോയിലുള്ള ആള്. അപ്പം ആ ലേഡിയുടെ ആരായിരിക്കും ആ ഫോട്ടോയിലുള്ള ആള്? ബ്രദർ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ലേഡി എന്ന് പറയുന്നത് ജെൻഡർ ഫീമെയിൽ ആയിരിക്കും. ലേഡി പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ, ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ ഒരേ ഒരു കുട്ടി. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ അപ്പൂപ്പൻ്റെ ഒരേ ഒരു കുട്ടി എന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിരിക്കും. കാരണം നിങ്ങളുടെ അപ്പൂപ്പന് ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ. അതൊന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിരിക്കും. കാരണം ഏത് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, മെറ്റേണാണോ പെറ്റേണാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു മകൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ സഹോദരനായിരിക്കും അല്ലേ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫാമിലി ഇങ്ങനെ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോ റിലേറ്റഡ് ടു ദ ലേഡി എന്നാണ്. ഫോട്ടോയിലുള്ള ആള് ലേഡിയുടെ ആരാണെന്ന് ചോദിക്കുന്നത്. നമുക്ക് റിലേഷൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്താണ്, ബ്രദറാണ് അല്ലേ. ആൻസർ എന്തായിരിക്കും? ബ്രദർ ആയിരിക്കും. ഈ പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പലരും ഇങ്ങനെ വരച്ച് നോക്കാണ്ട് സ്വയം ഇങ്ങനെ പറഞ്ഞു നോക്കി ചെയ്യുന്നവരുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു ചൈൽഡ്, എൻ്റെ അപ്പൂപ്പൻ്റെ ഒരേ ഒരു കുട്ടി എൻ്റെ അച്ഛനും അമ്മയാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മകൻ എന്ന് വെച്ചാൽ എൻ്റെ സഹോദരനാണ്, ഞാൻ ലേഡിയാണെന്ന് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ ആലോചിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് തമ്മിൽ ബന്ധം നോക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ റിലേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, വരച്ച് നോക്കുന്നവരുണ്ട്. കാരണം ചില റിലേഷൻ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ റിലേഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ പറയാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. പോയിന്റിങ് ടു എ മാൻ ഇൻ എ ഫോട്ടോഗ്രാഫ് അനിത സെഡ്. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോയിലുള്ള ഒരു മാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനിത പറയുകയാണ്. എന്താ പറയുന്നത്? ഹിസ് മദേഴ്സ് ഓൺലി ഡോട്ടർ ഈസ് മൈ മദർ എന്നാണ് പറയുന്നത്. ഹിസ് മദേഴ്സ് ഓൺലി ഡോട്ടർ. ഓക്കെ, അപ്പോൾ അവൾ ആരെക്കുറിച്ചാണ് പറയുന്നത് കൃത്യമായിട്ട് നോക്കുക. ഹിസ് മദേഴ്സ് ഓൺലി ഡോട്ടർ, ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ മദറിൻ്റെ ഓൺലി ഡോട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഓൺലി ഡോട്ടർ ആരെന്നാണ് പറയുന്നത്? ഈസ് മൈ മദർ, എൻ്റെ അമ്മ. അപ്പോൾ നോക്കുക, അനിത പറയാണ് ഹിസ് മദേഴ്സ് ഓൺലി ഡോട്ടർ. നമുക്ക് ആദ്യം അയാളൊന്ന് കണ്ടുപിടിക്കാം. മാൻ, ആ ഫോട്ടോയിലുള്ള ആളുടെ, ഫോട്ടോയിലുള്ള അത് മാൻ ആണ്, അപ്പോൾ ഞാൻ പ്ലസ് കൊടുക്കുകയാണ്. ഫോട്ടോയിലുള്ള ആളുടെ മദറിൻ്റെ ഓൺലി ഡോട്ടർ, അപ്പോൾ ഫോട്ടോയിലുള്ള ആളുടെ സഹോദരി ആയിരിക്കും അത് അല്ലേ. ആ ഓൺലി ഡോട്ടർ ഈസ് മൈ മദർ, എൻ്റെ അമ്മ, അനിതയുടെ മദർ. ഇതാ കണ്ടോ, ഇങ്ങനെയാ വരിക. അതായത് ഫോട്ടോയിലുള്ള ആളുടെ അമ്മയുടെ ഒരേ ഒരു മകളാണ് എൻ്റെ അമ്മ. ഇതാണ് ആ ഡേറ്റ്. കണ്ടോ, ഇങ്ങനെ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ, ഹൗ ഈസ് അനിത റിലേറ്റഡ് ടു ദാറ്റ് മാൻ എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡേറ്റയ്ക്കകത്ത് അനിതയുടെ ജെൻഡർ കിട്ടുന്നില്ല. പക്ഷേ ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാം എന്താണ്, അനിത റിലേറ്റഡ് ടു ദാറ്റ് മാൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഫീമെയിൽ ജെൻഡേഴ്സ് ആണ്. അപ്പോൾ അനിതയെ ഉറപ്പായിട്ട് ഒരു ഫീമെയിൽ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ചോദിക്കുന്നത് എന്താണ്, ഹൗ ഈസ് അനിത റിലേറ്റഡ് ടു ദാറ്റ് മാൻ എന്നാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ ആരാണ് അനിത എന്നാണ് ചോദിക്കുന്നത്. ഫോട്ടോയിൽ കാണുന്ന ആളുടെ സഹോദരിയുടെ മകളാണ് അനിത എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറയും? നീസ് എന്ന് പറയും. നമ്മുടെ ആൻസർ എന്തായിരിക്കും? നീസ് ആയിരിക്കും. ഓക്കെ, പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കാരണം പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത് കേട്ടോ എക്സാമിന്. ദീപക് ഇൻട്രൊഡ്യൂസസ് രാജു സെയിം. ഓക്കെ, ദീപക് രാജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഓക്കെ, പറയുന്ന ആരാണ്? ദീപക് ആണ്. ആരെ കുറിച്ചായിരിക്കും പറയാം? രാജുവിനെ കുറിച്ചായിരിക്കും പറയാം അല്ലേ. ഹീ ഈസ്, അപ്പോൾ ഈ ഹീ എന്ന് പറയുന്ന ആരാണ്? രാജു ആണ്. ഓക്കെ, ഹീ ഈസ് ദി ഹസ്ബൻഡ് ഓഫ് ദി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദി ഫാദർ ഓഫ് മൈ ഫാദർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഇത്രയും ഓഫ് വെച്ച് മനസ്സിലാക്കുക കേട്ടോ. നോക്കണം, ഹീ ഈസ്, അപ്പം അവനെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? രാജുവിനെ കുറിച്ചാണ് പറയുന്നത്. രാജു എന്ന് പറയുന്ന ആൾ ആരെന്നാ? ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ്. ഓക്കെ, ഹസ്ബൻഡ് ഓഫ്, കണ്ടോ, ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് മൈ ഫാദർ. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എൻ്റെ അച്ഛൻ്റെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഹസ്ബൻഡാണ് രാജു എന്നാണ് പറഞ്ഞത്.
അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് പറയുന്ന ആരാണ്? ദീപക് അല്ലേ? ദീപക് പറയാണ് ദീപകിൻ്റെ അച്ഛൻ്റെ അച്ഛൻ. ഈ അപ്പൂപ്പൻ്റെ, അതായത് ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു കൊച്ചുമകൾ, ഗ്രാൻഡ് ഡോട്ടർ, അതായത് ദീപകിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണല്ലോ, ദീപകിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്നത് ദീപകിൻ്റെ സിസ്റ്റർ ആയിരിക്കും. ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് ആരെന്ന് പറയുന്നത്? രാജു എന്ന് പറയുന്ന ആൾ. ഉണ്ടോ? ഇവിടെ വേറെ പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കനോട്ട് ബി ഡിറ്റർമിൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കൊച്ചുമകൾ, അപ്പം എൻ്റെ സഹോദരി ആയിരിക്കും. എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡ്, എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡാണ് ആരെന്ന് പറയുന്നത്? ഹി, അതായത് രാജു. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ, ഹൗ ഈസ് രാജു റിലേറ്റഡ് ടു ദീപക് എന്നാണ്. ആരാണ് രാജു? ദീപകിൻ്റെ ആരെന്നാണ് ചോദിക്കുന്നത്. ദീപകിൻ്റെ സൈഡിൽ നോക്കിയാൽ ദീപകിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് നമ്മൾ പറയുന്നത് ബ്രദർ ഇൻ ലോ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ബ്രദർ ഇൻ ലോ. ഇവിടെ വേറെ പോസിബിലിറ്റീസ് ഒക്കെ വരും, നമുക്കറിയാം പോസിബിലിറ്റീസ് ഒക്കെ വരും. പക്ഷെ നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് എടുത്തേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വരാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കണ്ടീഷനിലേക്ക് എടുക്കണം. ദീപകിൻ്റെ ജെൻഡർ നമുക്ക് അറിയത്തില്ല ഇവിടെ. ഓക്കെ. അടുത്തത്, നമ്മൾ കഴിഞ്ഞ NTPC എക്സാം നോക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത് ബാങ്ക് എക്സാമുകളിലാണ്. ഓക്കെ. പക്ഷെ കഴിഞ്ഞ എക്സാമിൽ ഒരു ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻ NTPC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ഷിഫ്റ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻ പൊതുവേ നമുക്ക് ബാങ്ക് എക്സാമിനൊക്കെ വരുന്ന കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ SSC എക്സാമിൽ അങ്ങനെ അധികം ചോദിക്കാറില്ലെങ്കിലും റെയിൽവേ എക്സാമിൽ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ എക്സാമിൽ ചോദിച്ചപ്പോൾ അതും വലിയ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫാമിലീസ് മാത്രമേ ചോദിച്ചുള്ളൂ. ഇനി ഫാമിലി എന്ന് പറഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഫാമിലി ആ പറയുന്ന ആൾക്കാരിൽ തീരുന്ന ഒരു ഫാമിലിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ആൾക്കാർ കാണത്തില്ല, ആ ഫാമിലി അതിനകത്ത് നിൽക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫാമിലിയെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി എ ഫാമിലി has 6 members PQRST. ഓക്കെ, ഒരു 2 4 1 U. ഓക്കെ, 2 4 1 2 3 4 5 6 പേരുള്ള ഒരു ഫാമിലി ഓഫ് 6 മെമ്പേഴ്സ് ആണ്. ഈ 6 മെമ്പേഴ്സ് വെച്ച് ആ ഫാമിലി കംപ്ലീറ്റ് ആണ് കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ Q, ഇതിന്റെ ഡേറ്റ പറയാണ് Q ഈസ് ദ സൺ ഓഫ് R. ഓക്കെ, Q ഈസ് ദ സൺ ഓഫ് R. നമ്മൾ ആ ഡേറ്റ വരച്ചു പോയി, നമ്മൾ സാധാരണ വരയ്ക്കുന്ന വരച്ച Q ഈസ് ദ സൺ ഓഫ് R. ബട്ട് R ഈസ് നോട്ട് ദ മദർ ഓഫ് Q. R ഈസ് നോട്ട് ദ മദർ ഓഫ് Q എന്ന് വെച്ചാൽ R എന്തായിരിക്കും? മദർ അല്ല, അപ്പം എന്തായിരിക്കും? ഫാദർ ആയിരിക്കും. R ഈസ് ഫാദർ ഓഫ് Q, അതാണ് ഉദ്ദേശിക്കുന്നത് അവർ. അടുത്ത P ആൻഡ് R ആർ മാരിഡ് കപ്പിൾസ്. പിയും ആറും എന്താണ്? മാരിഡ് കപ്പിൾസ് ആണ്. അപ്പം R ഹസ്ബൻഡ് ആകുമ്പോൾ P എന്തായിട്ട് മാറണം? വൈഫായിട്ട് വരണം അല്ലേ? അടുത്ത T ഈസ് ബ്രദർ ഓഫ് R. ഓക്കെ, T ഈസ് ബ്രദർ ഓഫ് R. ഓക്കെ, T ഈസ് ബ്രദർ ഓഫ് R. S ഈസ് ഡോട്ടർ ഓഫ് P. S ഈസ് ഡോട്ടർ ഓഫ് P. അപ്പം Qന്റെ സിസ്റ്റർ ആയിരിക്കും ആരെന്ന് പറയുന്നത്? S എന്ന് പറയുന്നത്. S ഈസ് ഡോട്ടർ ഓഫ് P. U ഈസ് സിസ്റ്റർ ഓഫ് Q. ഓക്കെ, U ഈസ് സിസ്റ്റർ ഓഫ് Q. ഇതാണ് ഫാമിലി. അപ്പോൾ ഈ ഫാമിലി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ആൻസർ പറയാം. അപ്പോൾ ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു സിംഗിൾ മാർക്കിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ എന്താ പറയുക, ഒരു സിംഗിൾ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലെ തന്നെ റിലേഷൻസ് വായിച്ച് എടുക്കാന്നുള്ളതേ ഉള്ളൂ അല്ലേ? ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. പിന്നെ ഓർഡറിലായിരിക്കില്ല, അവിടെ ഇവിടെ കിടക്കും. നമ്മൾ ആ ഡേറ്റാസ് ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കണമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 3 സബ് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലും അല്ലെങ്കിൽ 2 സബ് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേട്ടോ. അപ്പം ഒരു ഫാമിലി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ അവിടെ ആൻസർ പറയാൻ സാധിക്കും. ഇവിടെ ഇനിയിപ്പോൾ പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മെയിൽസ് ടു ഫീമെയിൽസ് ഇൻ ദിസ് ഫാമിലി? മെയിൽ ടു ഫീമെയിൽ റേഷ്യോ, മെയിൽ ഫീമെയിൽ റേഷ്യോ ആണ് പറയുന്നത്. നമുക്കറിയാം ഈ 6 പേരേ ഉള്ളൂ. ഈ 6 പേരിൽ എത്ര മെയിൽ എത്ര ഫീമെയിൽ നോക്കിയിട്ട് ആ റേഷ്യോ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു 3 മെയിലും 3 ഫീമെയിലും ആണ് അല്ലേ? 3 മെയിലും 3 ഫീമെയിലാണ്. അപ്പോൾ ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1:1 റേഷ്യോ കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ? 1:1 റേഷ്യോ. ഫസ്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, ഇതേ ക്വസ്റ്റൻ നമുക്ക് വേറെ ക്വസ്റ്റൻ തരും സബ് ക്വസ്റ്റൻ ആയിട്ട്. ഓക്കെ, ഒന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റൻ ഇങ്ങനെ വന്നിരിക്കും, നോക്കിയേ. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വരയ്ക്കാം. Q ഈസ് സൺ ഓഫ് R. R ഈസ് ഫാദർ. P ഈസ് R's വൈഫ്. അതുപോലെ T ഈസ് ബ്രദർ. അടുത്തത് U ഇവിടെ വരും. പിന്നെ ആരുണ്ടായിരുന്നേ? S വരും. ഓക്കെ, ഇതാണ് ഫാമിലി. നമ്മൾ നേരത്തെ വരച്ചോണ്ട് ഞാൻ സ്പീഡിൽ വരച്ചതേ ഉള്ളൂ.
ക്വസ്റ്റ്യൻ ഹൗ മെനി ബ്രദേഴ്സ് ഡസ് യു ഹാവ് എന്നാണ് ചോദിക്കുന്നത്. യുവിന് എത്ര ബ്രദേഴ്സ് ആണുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റ വരുന്ന സമയത്ത് പലരും വിചാരിക്കും ഇതിപ്പം യുവിന് അല്ലെങ്കിൽ ആറിന് ഒരേ ഒരു മകനേ ഉള്ളൂ എന്ന് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വേറെ മക്കൾ ഉണ്ടായിക്കൂടെ, ഈ 3 പേരല്ലാണ്ട് വേറെ മക്കൾ ഉണ്ടായിക്കൂടെ, വേറെ ആൺമക്കൾ ഉണ്ടായിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഫാമിലിയിൽ 6 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ 6 പേരിൽ തീരുകയാണ്, അവിടെ വേറെ ആൾക്കാരൊന്നും വരത്തില്ല. ആ 6 പേരെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന അതിനകത്തുനിന്ന് പറയുന്ന ആൻസർ മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ വേറെ ആൾക്കാർ ഉണ്ടാകാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പോസിബിലിറ്റി ഉണ്ട് ആക്ച്വലി, പക്ഷേ ഇവിടെ നമുക്ക് ഇനി ഫാമിലി there are 6 members എന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ 6 പേരെ ആ ഫാമിലിയിൽ കാണത്തുള്ളൂ, വേറെ ആൾക്കാരൊന്നും കാണത്തില്ല. അതുകൊണ്ട് യുവിന് എത്ര ബ്രദേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യുവിന് ഒരേ ഒരു ബ്രദറേ ഉള്ളൂ അല്ലേ, ആ ക്യൂ എന്നൊരു ബ്രദർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും വരിക. ഫാമിലി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എന്താണ് പറയാൻ സാധിക്കും. ഇനി നമുക്ക് SSC എക്സാമുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോഡഡ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ എന്നൊരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ റെയിൽവേ എക്സാമുകളിൽ കഴിഞ്ഞ വർഷത്തെ എക്സാമുകളിലൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല ബ്ലഡ് റിലേഷനിൽ കോഡഡ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ. പക്ഷേ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ, വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് പുതിയ പാറ്റേൺസ് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചോദിക്കാം. കാരണം ഇപ്പോൾ ഉള്ള കഴിഞ്ഞ SSC എക്സാമുകളിലൊക്കെ നമുക്ക് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് കോഡഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് റെയിൽവേ എക്സാമിന് ചോദിക്കാം. ബ്ലഡ് റിലേഷൻ ക്ലാസ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണിത് അല്ലേ. അപ്പോൾ ഈ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ കോഡഡ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ കോഡും എന്ത് റിലേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ കോഡ് കൺവേർട്ട് ചെയ്ത് റിലേഷൻ വരച്ചിട്ട് അതിനകത്ത് 2 പേര് നമ്മുടെ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആ റിലേഷൻ എന്താണ് അതിനകത്ത് കണ്ടുപിടിക്കുക. അപ്പം അതൊന്ന് ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലാസ് ഇരുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാതെ എങ്ങനെ ചെയ്യണമെന്ന്. ഫസ്റ്റ് T × R, അപ്പോൾ Tയും R നമ്മുടെ റിലേഷൻ ഇൻറ്റു എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ P × Q എന്ന് പറഞ്ഞാൽ P സിസ്റ്റർ ഓഫ് Q ആണ്. അപ്പോൾ T × R അപ്പോൾ എന്തായിരിക്കും? T is sister of R. ഉടനെ നമ്മൾ ആ റിലേഷൻ വരയ്ക്കുന്നു, നമുക്ക് റിലേഷൻ വരയ്ക്കാൻ അറിയാം. അടുത്ത R + V, P + Q വെച്ചാൽ P is brother of Q ആണ്. R + V അപ്പോൾ എന്തായിരിക്കും? R is brother of V അല്ലേ. അടുത്ത V - S, P - Q വെച്ചാൽ P is mother of Q ആണ്. അപ്പോൾ V - S അപ്പോൾ എന്തായിരിക്കും? V is mother of S. കണ്ടോ, ഇതാണ് ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ആൾക്കാർ നമ്മുടെ റിലേഷൻ ഉണ്ട്. നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ വരുമ്പം ആ റിലേഷനായിട്ട് നമുക്ക് പറഞ്ഞു തരുവാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് റിലേഷൻ കോഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. ആ കോഡ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് കോഡ് കൺവേർട്ട് ചെയ്യുക, റിലേഷൻ മനസ്സിലാക്കുക, ആ റിലേഷൻ വരയ്ക്കുക. ഇനി ഇതിനകത്തുള്ള 2 പേര് നമ്മുടെ റിലേഷൻ ആണ്. ഹൗ ഇസ് T റിലേറ്റഡ് ടു S എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹൗ ഇസ് T റിലേറ്റഡ് ടു S. അപ്പോൾ നിങ്ങൾ എവിടെ നോക്കണം? എസിന്റെ സൈഡിന് വേണം നോക്കാനായിട്ട്. എസിന്റെ സൈഡിൽ നോക്കുമ്പോൾ T ആരാണ്? എസിന്റെ ആരാണ് T എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എസിന്റെ സൈഡിൽ നോക്കുമ്പോൾ എസിന്റെ അമ്മയാണ് V, അമ്മയുടെ സഹോദരിയാണ് T എന്ന് പറയുന്നത്. അമ്മയുടെ സഹോദരി അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരി നമ്മൾ എന്താ പറയാ? ആൻഡ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ഓപ്ഷൻ അതൊക്കെ ആൻഡ് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കോഡ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇതിന്റെ മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കോഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും ഞാനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തതേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണമല്ലോ, അതിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ് ബ്ലഡ് റിലേഷൻ്റെ പാർട്ടായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച മോഡൽ ക്വസ്റ്റ്യനുകൾ. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന കാര്യം തന്നെയാണ്, എപ്പോഴും നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ടൊരു നോളജ് ഉണ്ടാവണം. ചോദിക്കുന്ന ടോപ്പിക്കുകളെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാണ്ട് വെറുതെ കുറേ മോക്ക് ടെസ്റ്റുകളും കുറേ യൂട്യൂബ് ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. എക്സാം ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നേരത്തെ കൂടി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സസ് കാണുമ്പോൾ അതൊരു എന്താണ് വർക്കൗട്ട് പോലെ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് സെഷൻ പോലെ കൊണ്ടുപോയി നിങ്ങൾക്ക് മാക്സിമം അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ബേസിക് ഒരു ഐഡിയ ഇല്ലാത്തവർ വെറുതെ യൂട്യൂബിലെ വീഡിയോസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് വരാൻ സാധിക്കത്തില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തുടങ്ങുന്നവരാണെങ്കിൽ, ബാക്കിയുള്ളവർ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റിവിഷൻ പോലെ എന്ത് ചെയ്യുക, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ക്ലാസ്സിൻ്റെ ആ ഒരു സീരീസ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം എന്താ പറയുക ഓഫ്ലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ഓഫ്ലൈനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ഓഫ്ലൈൻ മീഡിയയ്ക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കുറച്ചുകൊണ്ട് ഒരു വ്യക്തമായി നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അടുത്ത് വന്ന് നമുക്ക് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്താണ് കറക്റ്റാണോ കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് സാധിക്കും.
ഇവൻ ദോ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്, വേറെ പഠിക്കുന്നവരുണ്ട്, അതിൻ്റെ കൂടെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ദിശ നമ്മൾ ഓൺലൈൻ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ആപ്പ് വഴി നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ബാച്ച് ഓൾറെഡി നമുക്കുണ്ട്. ഫൗണ്ടേഷൻ ബാച്ച് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരുവിധമുള്ള എല്ലാ ടോപ്പിക്കും, SSC റെയിൽവേക്ക് ആവശ്യമുള്ള എല്ലാ ടോപ്പിക്കും നമുക്ക് എന്താണ് അവിടെ കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഓരോ എക്സാം വൈസ് ആകുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ എന്താണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബാക്കി എന്താ ക്ലാസ്സസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ CGLൻ്റെ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആപ്പിൽ അത് കിട്ടും, അതുപോലെ പ്രാക്ടീസ് സെഷൻ കിട്ടും, അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എന്താ ഡെയിലി ക്യൂസ് കിടപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യം. ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഓൺലൈൻ ക്ലാസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ ക്ലാസ് മാക്സിമം നോക്കുക. അതിൽ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ബേസിക് ക്ലാസ്സിൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ലൈവ് ക്ലാസ്സുകൾ പോകുമ്പോൾ അവിടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. അവിടെ മെൻറ്ററിങ് സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ നല്ലപോലെ തന്നെ ഉപയോഗിക്കുക. മാക്സിമം ഇത് വെറുതെ വന്ന് അഡ്മിഷൻ എടുക്കുക മാത്രമല്ല, നിങ്ങൾ മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങളുടെ കൂടെ ചുമതലയാണ്. അതും കൂടെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷത്തെ റെയിൽവേ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. റെയിൽവേ ആയാലും SSC എക്സാം ആയാലും നമുക്ക് എന്താണ് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.